വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇവളുടെ അടുത്ത് സെൻറ്റിമെൻ്റൽ ഡയലോഗ് വർക്കൗട്ട് ആവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജഗദീപ് ആണെങ്കിൽ വളരെ താളം പിടിച്ചൊക്കെ സംസാരിക്കുകയാണ്. സുസു എൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കി, ഇവനാണെങ്കിൽ സുസുവിൻ്റെ പഴയ ഭർത്താവല്ലേ, അപ്പോൾ പിന്നെ ഞാനിവിടെ പോരെന്നറിഞ്ഞ് നിൽക്കുമ്പോൾ ഇവൻ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത് ശരിയാണോ, നാട്ടുകാരൊക്കെ എന്ത് പറയും, ഇങ്ങനെ ഒരു മാനം കെട്ട അവസ്ഥയിൽ പിന്നെ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ അവസ്ഥ കൂടി ഒന്ന് ചിന്തിക്കണ്ടേ എന്നൊക്കെ വിഷമമൊക്കെ ഭാവിച്ച് ഇങ്ങനെ ജഗദീപ് പറയുകയാണ്. അന്നേരം സുസ്മിത പറയുകയാണ്, ശരിയാണ്, ഞാൻ നിൻ്റെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ ജഗദീപിന് സന്തോഷമാവുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, എന്താണെന്ന് വെച്ചാൽ പൊതിഞ്ഞെടുത്തിട്ട് നീ ഇവിടെ നിന്ന് വിട്ടോ, പെട്ടെന്ന് വിട്ടോ എന്ന് പറഞ്ഞിട്ട് സുസ്മിത എഴുന്നേറ്റങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ജഗദീപ് അങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അയ്യോ അങ്ങനെ പോവല്ലേ, ഞാൻ പറയുന്നതോടെ ഒന്ന് കേൾക്ക്, പിന്നെ ഇവനിവിടെ നിന്നോട്ടെ, എനിക്ക് എന്താ കുഴപ്പമില്ലേ, ഇവനാണെങ്കിൽ നല്ല പയ്യനല്ലേ, ഞാനിവിടെ വെണ്ടയ്ക്കയും മുരിങ്ങയൊക്കെ അരിഞ്ഞ് ഇവിടെ നടന്നോളാം എന്ന് പറയുമ്പോൾ എങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് സുസ്മിത പറയുകയാണ്. ഈ സമയത്ത് അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്ന രോഹിത് ആണെങ്കിൽ അങ്ങ് സെറ്റിയിലേക്ക് സോഫയിലേക്ക് അങ്ങ് കിടക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയ്ക്ക് ഒരു ഫോൺ കോൾ വരുമ്പോൾ സുസ്മിത അതും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് ജഗദീപ് പറയുകയാണ്, അപ്പോഴത്തേക്ക് അനന്തശയന, ഇനി സുഖിക്കാൻ വേണ്ടി ജനിച്ചവനാടാ, നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് ജഗദീപ് ആണെങ്കിൽ തൻ്റെ ബാക്കി പച്ചക്കറിയൊക്കെ പോയിരുന്ന് അരിയുന്നുണ്ട്. ഇതേ സമയം സത്യഭാമയാണെങ്കിൽ ഉപേന്ദ്രനെ കാണാൻ പോയിട്ട് ഓട്ടോയിൽ തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആകെ തളർന്നൊക്കെയാണ് ഭാമ മുറ്റത്ത് വന്ന് ഇറങ്ങുന്നത്. അതേസമയം അകത്താണെങ്കിൽ രാഘവൻ നായർ പിള്ളയോട് ചോദിക്കുകയാണ്, എടോ പിള്ളേ, അവർ മുകളിലേക്ക് പോയിട്ട് കുറേ നേരമായല്ലോ, എന്തെടുക്കുക അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് അറിയില്ല, ഞാൻ പോയി നോക്കണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്തോ ആയിക്കൊള്ളട്ടെ എന്ന് പറയുകയാണ്. അന്നേരം വസുമതി വന്നിട്ട് മുകളിലേക്ക് കയറി പോയതിനെ കുറിച്ചാണ് രാഘവൻ നായർ പറയുന്നത്. ഇതേസമയം ഭാമ അകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എന്തായി ഭാമയെന്ന് ചോദിക്കുകയാണ്. അന്നേരം പൊന്നി കുറച്ച് തണുത്ത വെള്ളം എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഭാമ അവിടെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. നടന്നില്ല, ഇനി അതിനോടുള്ള പ്രതീക്ഷ വേണ്ട, വെറുതെ വെയിലത്ത് പോയി വാടി തളർന്നു എന്ന് പറഞ്ഞാൽ മതി, വെയിലിനൊക്കെ എന്താ ചൂടെന്നും പറഞ്ഞ് ആകെ ക്ഷീണിച്ച് ഭാമ ഇരിക്കുകയാണ്. ഈ സമയത്ത് മുകളിൽ നിന്നും വസുമതി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. വെയിലിനൊക്കെ പണ്ടും ചൂടുണ്ടായിരുന്നു സത്യഭാമയെന്ന് പറഞ്ഞുകൊണ്ട്. തുടർന്ന് സത്യഭാമയെ എങ്ങോട്ട് ആകെ അധിക്ഷേപിച്ചും കളിയാക്കിയും ഒക്കെ വസുമതി എങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പണ്ടും ഈ വെയിലിന് ചൂടുണ്ടായിരുന്നു, പക്ഷേ അകത്തമ്മ പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് ഇതൊന്നും അറിയാതിരുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് വസുമതി. അന്നേരം വസുമതി ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുകയായിരുന്നു, എൻ്റെ മകനും ഞാനുമൊക്കെ ഒരുപാട് നടന്നതല്ലേ ഇവിടെ, ഇനി ഇതുപോലെ ഒന്ന് കാണാനായിട്ട് സാധിച്ചില്ലെങ്കിലോ എന്ന് പറയുകയാണ്. അന്നേരവും സത്യഭാമയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, മുഖം തിരിച്ച് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇതെല്ലാം വിധി എന്ത് ചെയ്യാം എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ എല്ലാം ഇങ്ങനെ വരുത്തി വെച്ചിട്ട് വിധിയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, ഈ സത്യഭാമ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതെല്ലാം ഇവിടെ സംഭവിച്ചത് എന്നിങ്ങനെ ഭാമയെ അങ്ങ് ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ ദേഷ്യം വന്നും ഭാമയെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. എന്നിട്ടൊന്ന് പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ അങ്ങോട്ട് പോകല്ലേ എന്നും പറഞ്ഞ് വസുമതി പിടിച്ചു നിർത്തുകയാണ്. ഈ പ്രാക്കെന്ന് കേട്ടിട്ടില്ലേ, അത് അനുഭവിച്ചിട്ടേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പൊന്നി വെള്ളം കൊണ്ടുവരുന്നുണ്ട്. സത്യഭാമ അത് വാങ്ങിച്ച് പെട്ടെന്ന് അങ്ങോട്ട് കുടിക്കുകയാണ്. അന്നേരം ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, ഇനിയും കുടിക്കേണ്ടി വരും, നിന്നെ കണ്ടാലേ അറിയാം, ആകെ കോലം കെട്ടൊരു കോലമായി പോയി എന്നിങ്ങനെ പറയുകയാണ്. നിന്നെ സ്നേഹിച്ചവരെല്ലാം നീ സങ്കടപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം നീ അനുഭവിച്ചിട്ടേ പോവുകയുള്ളൂ. ആ ശാലിനി നീ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടല്ലേ, അതിൻ്റെയൊക്കെ ഫലം നിനക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, പിന്നെ മകൾ ഈ അമ്മയുടെ അവസ്ഥ അറിഞ്ഞിട്ട് നിൻ്റെ മകളുണ്ടല്ലോ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുകയാണ്, അമ്മയെ കാണാൻ വരണം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല, പോകണ്ടെന്ന് പറഞ്ഞു. മകളിപ്പോൾ നല്ല നിലയിൽ കഴിയുകയല്ലേ, കൂടാതെ നല്ലൊരു പ്രശസ്തനായ അഡ്വക്കേറ്റിൻ്റെ ഭാര്യയുമാണ്, അപ്പോൾ അമ്മയെ വെറുതെ വന്ന് കണ്ട് ആശ്വസിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ, അമ്മയെ എന്തെങ്കിലും സഹായിക്കണമല്ലോ, അതിനെന്തായാലും ഇപ്പോൾ പറ്റില്ല, സത്യം പറയാമല്ലോ, കണ്ണായ സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങിക്കാനായിട്ട് കാശ് അങ്ങോട്ട് മറിച്ചു, അതുകൊണ്ടിപ്പോൾ നെറ്റി പോറാൻ പോലും പൈസ ഒന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അതായത് അവരുടെ അടുത്തേക്ക് പൈസ ചോദിക്കരുത് എന്ന് തന്നെയാണ് വസുമതിയുടെ വെട്ടി തുറന്നു പറയുന്നത്. തുടർന്നും അങ്ങ് ഒരുപാട് പറയുന്നുണ്ട്, അതിൻ്റെ ഈ അത്യാഗ്രഹത്തിൻ്റെയും പിന്നെ അഹങ്കാരത്തിൻ്റെയും ഫലം കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്, കുട്ടയും വട്ടിയും ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങോട്ടത്തേക്ക് പോകും, പെരുവഴിയിലേക്കാണോ പോകുന്നത്, തെരുവിലേക്കാണോ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വസുമതി സംസാരിച്ചങ്ങോട്ട് കാട് കയറുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഇനി ഒരു അക്ഷരം ഇവിടെ നിന്ന് മിണ്ടരുത്, മര്യാദയ്ക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇറങ്ങിക്കോളാം, ഇറങ്ങാൻ തന്നെയാണ് വന്നത്, പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്, ഏത് കുടുംബം 2 ദിവസം കൂടി കഴിയുമ്പോൾ ഇതങ്ങോട്ട് സർക്കാരിൻ്റേതാവും, ഇത് ചിലപ്പോൾ ഞാനങ്ങോട്ട് വാങ്ങിയെന്നും വരും, ലേലത്തിൽ വയ്ക്കുമ്പോൾ പൈസ ഉള്ളവർക്ക് വാങ്ങാമല്ലോ, ചിലപ്പോൾ ഞാൻ തന്നെ വാങ്ങും എന്നിങ്ങനെ പറയുകയാണ്.
അന്നേരവും ഈ പിള്ളയും രാഘവൻ നായരും പൊന്നിയും ഒക്കെ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ്. വസുമതി അത്രയും ഭാമയോട് സംസാരിച്ചിട്ടും രാഘവൻ നായരൊന്നും മിണ്ടുന്നില്ല. തുടർന്ന് പറയുകയാണ്, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടുമ്പോഴത്തേക്ക് മകളുടെ വീട് അടുത്തല്ലേ, 2 ദിവസം അവിടെ വന്ന് നിൽക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടത്തേക്കൊന്നും വന്നേക്കരുതേ, ബുദ്ധിമുട്ടാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൻ്റെ ഈ അഹങ്കാരത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് നീ വരുത്തി വെച്ചതാണെന്നൊക്കെ വായിൽ തോന്നിയതൊക്കെ വസുമതി പറഞ്ഞ ശേഷം വസുമതി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. പക്ഷേ അന്നേരം വേറെ ആരും സംസാരിക്കുന്നില്ല. സത്യഭാമ അന്നേരം ആകെ മാനം കെട്ട് നിൽക്കുകയാണ്. അതിന് മുന്നേ വസുമതി പറയുന്നുണ്ട്, ഞാനാണ്ട് ആധാരം ഓഫീസിൽ എഴുത്തുകാരനെ കാണാൻ വന്നതാണ്, അപ്പോഴാണ് ചില വിശേഷങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന് തിരക്കിയിട്ട് പോകാമെന്ന് കരുതി 1000 2000 ഒക്കെ ചോദിച്ച് നീ നാട് മുഴുവൻ തെണ്ടി നടക്കുന്നത് നാട് മുഴുവൻ അറിഞ്ഞു, അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാണ് ആക്ഷേപിച്ച് സംസാരിക്കുന്നത്. വസുമതി പോയ ശേഷമാണെങ്കിൽ രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമയെ നിനക്കറിയാമല്ലോ അവളുടെ കാര്യം, വസുമതിയുടെ കാര്യം ഒരു വാ പോയ കോടാലി പോലെയാണ്, നീ കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ശ്യാമ ഓടി താഴേക്ക് ഇറങ്ങി വന്നിട്ട്, സത്യാമ്മയെ രോഹിതിനാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, എവിടെയെന്ന് അറിയില്ല, നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇതും കൂടി കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങോട്ട് ആകെ ദേഷ്യം വരികയാണ്. അന്നേരം അവൻ എവിടെയെങ്കിലും പോയി ചത്ത് കാണും, ഇത്രയും ബാധ്യത അവനല്ലേ ഉണ്ടാക്കി വെച്ചത്, അപ്പോൾ എവിടെയെങ്കിലും വിഷം കഴിച്ച് ചത്ത് കാണും, അങ്ങനെ സംഭവിച്ചാൽ എനിക്കൊന്നുമില്ല, നീ അവനില്ലാത്തടത്ത് നീ എന്തിനാ നിൽക്കുന്നത്, നീ ഇറങ്ങി പോകുമെന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, എന്ത് ഭ്രാന്താ ഭാമയെ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ അവനല്ലേ ഇത്രയും ഉണ്ടാക്കി വെച്ചത്, ഇവളെന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇവളും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പിള്ള അങ്ങോട്ട് പിടിക്കുകയാണ്. തുടർന്ന് പറയുകയാണ്, എത്ര കിട്ടിയാലും നീ പഠിക്കില്ലല്ലേ, നിൻ്റെ അഹങ്കാരവും അഹന്തയ്ക്കും ഒരു കുറവും വരുത്തില്ല, നീ ആദ്യം മുതൽ ഉണ്ടാക്കി വെച്ചതെല്ലാം ഇപ്പോൾ പിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ണിൽ നിന്നും പിന്നെ കണ്ണുനീരിന് പകരം ചുടുചോര വരും എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറഞ്ഞ് വഴക്ക് പറയുമ്പോഴും ഭാമ കൊണ്ട് തിളച്ച് നിൽക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, അതെ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് തീർത്തോളാം, പക്ഷേ എന്നാലും ഇവൾ ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് കടക്കടി ഇറങ്ങടി എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ചങ്ങോട്ട് തള്ളുകയാണ്. ശ്യാമ അങ്ങോട്ട് വാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ഈ സമയത്താണ് വിഷ്ണു അവിടെ വന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ് വിഷ്ണുവിൻ്റെ മുമ്പിലേക്കാണ് ശ്യാമ വീഴുന്നത്. എന്നിട്ട് ശ്യാമയെ വിഷ്ണു പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അന്നേരം ശ്യാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അമ്മ എന്ത് ഭ്രാന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു സത്യഭാമയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം പറയുകയാണ്, അവൾക്ക് അവളുടെ ഭർത്താവിനെ വരണമെന്ന്, അവൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, അവൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ മാത്രമല്ലേ അവളുടെ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ, അവൾ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ, നീ അവളെവിടെ പോയി ചത്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ മതിയാക്ക് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, എല്ലാം അവളല്ലേ ഉണ്ടാക്കി വെച്ചത്, അവളുടെ ഈ പൂങ്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, അത് സത്യം അമ്മയെ വിഷ്ണു ഏട്ടാ, ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അവളുടെ ഒരു സങ്കടം, എങ്ങോട്ടെങ്കിലും പോടി ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് ഭാമ വീണ്ടും വഴക്ക് പറയുകയാണ്. അന്നേരമാണെങ്കിൽ വിഷ്ണു ശ്യാമയുടെ സങ്കടം കണ്ടിട്ട് വിഷ്ണു പറയുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ വേണ്ട, രോഹിത്തിനെ കൊണ്ടുവരണം, അത്രയല്ലേ ഉള്ളൂ, നമുക്ക് ഇപ്പോൾ തന്നെ പോവാം, എവിടെ ഉണ്ടെങ്കിലും അവനെ കൊണ്ടുവരാം എന്നിങ്ങനെ പറയുമ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം വിഷ്ണുട്ടാ എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. അന്നേരം എവിടെ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമ പറയുന്നുമുണ്ട് സുസ്മിതയുടെ വീട്ടിലാണെന്നുള്ളത്. അങ്ങനെ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നു. അതേസമയം സുസ്മിതയുടെ വീട്ടിൽ ആ വെളിയിൽ വരാന്തയിലാണെങ്കിൽ മദ്യപിച്ച് ബോധമില്ലാതെ ഇങ്ങനെ തൂണും ചാരി രോഹിത്തിരിക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ജഗദീപ് ആണെങ്കിൽ കളക്ടറേറ്റിലേക്ക് ശാലിനിയെ കാണാൻ വരുന്നുണ്ട്. അന്നേരം അനുപല്ലവിയാണ് കാണുന്നത്. ശാലിനിയമ്മയുടെ അകത്തുണ്ടോ എനിക്കൊന്ന് കാണണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അനുപല്ലവി ശാലിനിയുടെ ചേംബറിലേക്ക് വന്നിട്ട് ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം വരാൻ പറയുന്നുണ്ട്. തുടർന്ന് അനുപല്ലവി വന്ന് ജഗദീപിനോട് അകത്തേക്ക് പൊയ്ക്കോളാൻ പറയുകയാണ്. അന്നേരം ജഗദീപ് ചെല്ലുമ്പോൾ ജഗദീപ് വരും ഇരിക്കൂ എന്ന് പറയുമ്പോൾ നിന്നോളാന്ന് പറയുകയാണ്. അന്നേരം കുഴപ്പമില്ല ഇരിക്കാൻ പറയുന്നുണ്ട്. അന്നേരം ഈ സമയമില്ലാത്ത സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ജഗദീപ് കാര്യമില്ലാതെ വരില്ലല്ലോ, എന്താണ് കാര്യവും ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ് പ്രധാനപ്പെട്ട കാര്യമാണ്, രോഹിത് ഇപ്പോൾ സുസ്മിതയുടെ കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലെന്ന് പറഞ്ഞാൽ അവന് മദ്യം കൊടുത്തവിടെ മയക്കി കിടത്തിയിരിക്കുകയാണ്. അവിടെ വന്നതിന് ശേഷമാണെങ്കിൽ അവൻ്റെ കാല് നിലത്ത് ഉറച്ചിട്ടില്ല, ബോധം വീഴുന്തോറും വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രോഹിത്തിനെ വെച്ചുകൊണ്ട് എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ചന്ദ്രബോസും സുസ്മിതയും കൂടി മാഡത്തിനും വിഷ്ണുവാശാനും പിന്നെ ദോഷം വരുന്ന എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ അതൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാനും അറിഞ്ഞു. നേരിട്ട് ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് മാറി നിൽക്കുന്നതാണ്. പിന്നെ രോഹിത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം, അതേ നടക്കുകയുള്ളൂ. പക്ഷേ ഇനി അവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ശാലിനി അവിടെ ജഗദീപിനോട് പറയുകയാണ്. സുസ്മിത എന്തായാലും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയെന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശാലിനി അവിടെ ജഗദീപിനോട് പറയുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ആണ് വിഷ്ണു പിന്നെ ശ്യാമയും കൂട്ടിക്കൊണ്ട് രോഹിത്തിനെ കാണാനായിട്ട് സുസ്മിതയുടെ വീട്ടിലേക്ക് വരുന്നതും ചന്ദ്രബോസിനെ വിഷ്ണു തല്ലുന്നതുമൊക്കെ അടുത്ത എപ്പിസോഡിലാണ് കാണിക്കുന്നത്. ഇതൊക്കെ കാണാം. ഓക്കെ, താങ്ക്